गोदी मीडिया मुर्दाबाद। मेरी भाषा ये मेरी भाषा है। पत्रकारी नहीं, मैं एक लड़की भी हूँ, पत्रकारी नहीं लड़की। ഞാൻ കണ്ടത് ബംഗാളിലേക്ക് ഗോദി മീഡിയക്കാരൊന്നായിട്ട് അങ്ങ് ഇറങ്ങി ചെന്നപ്പോൾ അവിടുന്ന് ജനങ്ങൾ നേരിടലാണ് നമ്മൾ കാഴ്ച കാണുന്നത്. പല വീഡിയോസ് ഉണ്ട്, 1, 2, 10 ഒന്നല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കാരണം ബംഗാളികൾക്ക് ഈ ഗോദി മീഡിയ വേണ്ടാന്നുള്ളതാണ്. അതിനോട് കൂടെ തന്നെ അവർ ഒരു പുതിയ ഷൂവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പിന്നെ BJPൻ്റെ കളറിലും BJPൻ്റെ താമരൊക്കെ വെച്ച് നല്ലൊരു ഷൂവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും വിപണിയിൽ ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും ഗോദി മീഡിയക്കാർക്ക് ബംഗാളിൽ നല്ല പണിയായിട്ടുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഹീറോയിസം കാണിക്കുന്ന അവർ ബംഗാളിൽ ചെന്നിട്ട് ഹീറോയിസം കാണിക്കാൻ മര്യാദയ്ക്ക് ഒറ്റ വീഡിയോസ് അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു വീഡിയോ പോലും ആളുകൾ അവിടുത്തെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഗോദി മീഡിയക്കാരെ. അപ്പോൾ അത്രമാത്രം സ്ട്രോങ്. അത് മാത്രമല്ല, ബംഗാളിൽ തന്നെ കാണുന്നത് പ്രത്യേക മനുഷ്യന്മാരാണ്. അവർ നല്ലപോലെ ആണെങ്കിൽ നല്ലതുമാണ്, ചീത്തയാണെങ്കിൽ അവർ 5 പൈസ കിട്ടില്ല. അവർ അടിക്കുകയാണെങ്കിൽ അടിക്കും, മരിക്കുന്നവരെ അടിക്കും, ചാവുന്നവരെ അടിക്കും. അതാണ് അവരുടെ സ്വഭാവം. നല്ലപോലെ ആണെങ്കിൽ അവരെ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ അടുപ്പിക്കാനേ പറ്റില്ല. കാരണം നമ്മൾ ന്യായക്കേട് ചെയ്താൽ അവർ പക്ക ന്യായക്കേട് ചെയ്യും. ന്യായക്കേടല്ലേ ചെയ്യും, അവരടിച്ചു കൊല്ലും. അപ്പം ഗോദി മീഡിയക്കാർക്ക് ശരിക്കും പിന്നെ വിവരം അറിഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഏതായാലും ഈ ചെരുപ്പും പോരാത്തത് ഷൂവും പോരാത്തതിന് ഗോദി മീഡിയനെ ഓടിക്കലും കൂടി ആയപ്പോൾ മമതാ ബാനർജി ഹീറോയിസം തന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവർക്ക് 8ൻ്റെ പണി. എല്ലായിടത്തും ചെന്നിട്ട് പിന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇങ്ങനെ താറടിക്കുന്ന പരിപാടി ഇപ്പോൾ ഏതായാലും എന്താണ് പറയുക, കൽക്കട്ട ഇവിടെ നടക്കുന്നില്ല, ബംഗാളിൽ നടക്കുന്നില്ല. ഏതായാലും അത് അവസാനിച്ച്. കാരണം ഇതൊക്കെ മങ്ങലാണ് എന്നുള്ളതാണ് ഇവരെ ആ ഒരു പിന്നെ വെളിച്ചൊക്കെ കെടാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവരെ മെയിനായിട്ട് പറയാനുള്ളത്. ബംഗാളിലേക്ക് അടുപ്പിക്കൂല എന്നാണ് അവർ പറഞ്ഞത്. ഗോദി മീഡിയനെ ഒരു 10 സീറ്റ് പോലും ബംഗാളിൽ കിട്ടൂല അവർക്ക്. എന്തിനേറെ പറഞ്ഞ് 10 സീറ്റ് കിട്ടൂല. ആ കണ്ടീഷനിലാണ് ബംഗാളിൽ അവർ നേരിടുന്നത്. അപ്പോൾ എന്തായാലും മമത ഉരുക്ക് വനിത എന്ന് പറയണം മമതനെ. കാരണം വല്ലാത്തൊരു സാധനമാണത്. പക്ഷെ അതുപോലത്തെ ആളുകൾ വേണം ഇവിടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മൊത്തത്തിൽ വിറ്റ് വില വാങ്ങിക്കോളും.